ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ സിനിമയിലും വ്യക്തിജീവിതത്തിലും പ്രതീക്ഷിച്ച വിജയം നേടാൻ ശ്രീനാഥിനായില്ല. പിന്നീട് സീരിയലുകളായിരുന്നു ശ്രീനാഥിന്റെ തട്ടകം. സിനിമയിലൂടെ പ്രശസ്തനായി സീരിയലിലൂടെ അംഗീകാരം നേടിയ നടനായിരുന്നു ശ്രീനാഥ്. 80കളുടെ തുടക്കത്തിൽ വിജയചിത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ശ്രീനാഥ് സിനിമയിലെത്തുന്നത്. പക്ഷേ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിലെ ശ്രീനാഥിന് നായകനായി തിളങ്ങാനായുള്ളൂ. നടി ശാന്തികൃഷ്ണയ്ക്കൊപ്പം ശ്രീനാഥ് അഭിനയിച്ച സിനിമകളൊക്കെ പ്രേക്ഷക ശ്രദ്ധ നേടി. പിന്നീട് ജീവിതത്തിലും ശ്രീനാഥിന്റെ സഖിയായി ശാന്തികൃഷ്ണ എത്തി. ശാലിനി എന്റെ കൂട്ടുകാരി, ഊതിക്കാച്ചിയ പൊന്ന്, ഇത് ഞങ്ങളുടെ കഥ, സാഗരം ശാന്തം, സന്ധ്യമയങ്ങും നേരം തുടങ്ങിയ സിനിമകളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശ്രദ്ധേയമായി. പക്ഷേ സിനിമയിൽ പിന്തള്ളപ്പെട്ട ശ്രീനാഥിന്റെ കുടുംബജീവിതവും ഏറെ വൈകാതെ പരാജയപ്പെട്ടു. ശാന്തികൃഷ്ണയുമായുള്ള ബന്ധമൊഴിവായ ശേഷം സഹനടനായും സീരിയൽ നടനായും ശ്രീനാഥ് അഭിനയ ലോകത്തേക്ക് തിരിച്ചുവന്നു. സൂപ്പർ ഹിറ്റുകളായ കിരീടം, ദേവാസുരം, മാളൂട്ടി, ഒരു സിബിഐ ഡയറിക്കുറിപ്പ്, സേതുരാമയ്യർ സിബിഐ, മൂന്നാം മുറ തുടങ്ങിയ സിനിമകളിലും ശ്രീനാഥ് ശ്രദ്ധേയമായ റോളുകളിൽ അഭിനയിച്ചു. ആയിരിക്കില്ല, അവിടെയാണ് നീ സൂക്ഷിക്കേണ്ടത്. എനിക്ക് ജയകൃഷ്ണൻ എത്ര വർഷമായിട്ട് അറിയുന്നത്. മൂപ്പയുടെ ഒരു 100 വിക്രികളുടെ കഥകളും എനിക്ക് പറയാൻ പറ്റും. രഞ്ജിത്ത് സംവിധാനം ചെയ്ത കേരള കഫയാണ് ശ്രീനാഥ് അവസാനം അഭിനയിച്ച ചിത്രം. അഭിനയിച്ച സിനിമകളിൽ പലതും ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും അർഹിച്ച അംഗീകാരം സിനിമ ശ്രീനാഥിന് നൽകിയില്ല. എന്നാൽ സീരിയലുകളിൽ നായകന്റെയും സഹനടന്റെയും റോളുകളിൽ സ്വീകരണ മുറിയിലെത്തിയ ശ്രീനാഥ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ സജീവമായി. മികച്ച സീരിയൽ നടനുള്ള സംസ്ഥാന അവാർഡും ശ്രീനാഥിനെ തേടിയെത്തി. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന എന്റെ മാനസപുത്രി എന്ന സീരിയലിൽ ശ്രദ്ധേയമായ വേഷം അഭിനയിച്ചു വരികയായിരുന്നു ശ്രീനാഥ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ശിവസേന സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീനാഥിന് രാഷ്ട്രീയത്തിലും കൈപൊള്ളി. പാതിമുറിഞ്ഞ ജീവിത വഴികൾ പരിചയിച്ച ശ്രീനാഥിന്റെ വിയോഗം അഭിനയ ലോകത്തിന് നഷ്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സിനിമാ രംഗത്തെ പ്രമുഖർ ശ്രീനാഥിനെ അനുസ്മരിച്ചു. സങ്കടകരമായ കാര്യമല്ലേ? വീട്ടിൽ പോകുന്ന 3 ദിവസം വർക്കില്ല എന്ന് പറഞ്ഞിരുന്നാണ്. പിന്നെ എന്ത് സംഭവിച്ചു, ആൾക്കെന്തോ മനസ്സിലെന്തോ സംഭവിച്ചോണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല. ഷോക്കിംഗ് ആണ്, വിഷമാണ്, സങ്കടമാണ്, അല്ല എന്താ പറയാ. അദ്ദേഹത്തിന്റെ കൂടെ എത്രയോ സിനിമകളിൽ നമ്മൾ അഭിനയിച്ചിരിക്കുന്നു. അദ്ദേഹമായിട്ടുള്ള സുഹൃത്ത് ബന്ധം അതൊന്നും മറക്കാനാവില്ല.